ലോകയിലെ ഒടിയൻ. ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. ചാത്തനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എന്തായാലും എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. റിയൽ ലൈഫിൽ നമ്മൾ ഒടിയൻ എന്ന ക്യാരക്ടറിനെ എടുത്ത് മിത്തിൽ നോക്കുന്ന സമയത്തും ഒപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഒടിയൻ എന്നുള്ള ഒരു റെഫറൻസ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് വേറെ കുറച്ച് ബ്ലെൻഡും കൂടെ ഉണ്ട്. അതിലൊന്നാണ് നിഞ്ച. പഴയ കുറെ ഗെയിംസ് ഉണ്ട്, നമ്മളെ ഷാഡോ ഫൈറ്റ് ഒക്കെ പോലത്തെ ടൈപ്പ് കുറെ ഗെയിംസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ ഈ ഒരു ഒടിയൻ എന്ന ക്യാരക്ടറിന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒടിയൻ എന്ന് പറയുന്ന ഒരു മിത്ത് നമ്മൾ പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ മൃഗങ്ങളായിട്ട് മാറാൻ രാത്രി കാലങ്ങളിൽ ആ മൃഗങ്ങളായിട്ട് മാറി രൂപം മാറിയിട്ട് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ആ ഒരു മൃഗത്തിന് കാണും. ഇപ്പൊ ആ ലോക സിനിമയ്ക്കകത്ത് ആ ഒരു ഡോഗിന് കൈ ഇല്ലാത്തൊരു ഡോഗിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ആ ഒരു പൂച്ച ചെവിക്കകത്ത് ഒരു പൂച്ചയുടെ ഇത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. ഡിസബിലിറ്റി മെയിൻലി മെൻഷൻ ചെയ്ത് കുറെ അനിമൽസിനെ അവർ കാണിച്ചിട്ടുണ്ട് ആ ഒരു ലോക സിനിമയ്ക്കകത്ത്. ഫ്യൂച്ചർ സിനിമകളിൽ അവർക്ക് റെഫറൻസ് ചെയ്യാം, ഒടിയൻ എന്ന ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. അവരങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇട്ട് വെച്ചെന്നേ ഉള്ളൂ, അത് അവർ അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. DQ ചെയ്ത ഒടിയൻ എന്ന ക്യാരക്ടർ മൂത്തോൻ എന്ന ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മളെ മൂത്തോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വില്ലൻ ആണോ എന്നും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മൂത്തോൻ എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചാത്തനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് ഒടിയനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇനി ഇഷ്താറിനെയും മൂത്തോനെയും ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചെയ്യാനുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ മൂത്തോൻ എന്ന ക്യാരക്ടർ ഇതിനകത്തൊരു വില്ലൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട. ഈ മൂത്തോൻ എന്ന ക്യാരക്ടർ തുടക്ക സമയത്ത്, അതായത് ഈ മൂത്തോൻ്റെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു വില്ലൻ ഗ്യാങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്കൻഡ് പവർ ക്യാരക്ടറാണ്. അതായത് ഇതിൽ ഫസ്റ്റ് പവർ വരുന്നത് എല്ലാവരും പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു മദർ എന്ന് പറഞ്ഞ ഒരു ടോപ്പ് ഇത് കൊടുത്തിട്ടുണ്ടാവും. ഒരു ഏറ്റവും മെയിനിൽ നിൽക്കുന്ന ആൾ അതൊരു വുമൺ ക്യാരക്ടർ ആവാം. ആ ഒരു ക്യാരക്ടറിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന എന്നാൽ ആ ഒരു വുമൺ ക്യാരക്ടറിനോളം പവറുള്ള ഒരു ക്യാരക്ടറാണ് മൂത്തോൻ്റെ ഈ ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഹീറോസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറെ നമുക്കൊരു വില്ലനായിട്ടോ ഒരു ഹീറോ ആയിട്ടോ പറയാൻ പറ്റില്ല. ഇതൊരു മീഡിയേറ്റർ ടൈപ്പാണ്. അതായത് വില്ലനിൽ നിന്ന് വന്നൊരു ഹീറോ ആയി മാറിയോ, സിനിമയിൽ നിന്ന് വന്നിട്ട് ഒരു നന്മ കണ്ടിട്ട് ഒരു ഹീറോ ആയിട്ട് മാറി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ മൂത്തോൻ്റെ ഈ ഒരു മമ്മൂക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ. ഒരു ഗ്യാങ്ങിൽ തന്നെ നിൽക്കുന്ന രണ്ട് സെയിം പവറുള്ള രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ്, ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് സ്ഥലത്തും ഒരാൾ ഹീറോ സൈഡിലേക്കും ഒരാൾ വില്ലൻ സൈഡിലേക്കും നിന്നുകൊണ്ട് രണ്ടുപേര് സൈഡിലേക്കും പുതിയ പുതിയ ആൾക്കാരെ കൂട്ടിയിട്ട് തമ്മിലൊരു യുദ്ധം. ഇതാണ് ഒറ്റ വേർഡിൽ അല്ലെങ്കിൽ ഒരു വൺ ലൈനായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ലോക എന്ന് പറയുന്ന ഈ വേൾഡിൻ്റെ തന്നെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ രീതിയിൽ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നതിൽ വില്ലൻ്റെ സൈഡ് ഒരു ടീമുണ്ട്, ഹീറോയുടെ സൈഡിൽ നിന്ന് ഒരു ടീമുണ്ട്. ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്കും ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാൻഡി മാസ്റ്റർ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ആയാൽ പോലും ഇനി ഫ്യൂച്ചറിൽ വില്ലൻ്റെ അതിലേക്ക് പോകും. അത് അവർ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, കാരണം ഫ്യൂച്ചറിലേക്കുള്ള പോസിബിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഓപ്പൺ ചെയ്ത് അവർ നേരെ വില്ലൻ ക്യാരക്ടേഴ്സിലേക്ക് അതിനെ കൊടുക്കും. അതുപോലെ പല 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 ക്യാരക്ടേഴ്സുകൾ നായകന്മാരുടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് മൂത്തോൻ ഹെഡായിട്ട് നിന്നിട്ട് അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന DQന്റെ ഒടിയനാവാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഒന്ന് ചാത്തനും ഒന്ന് ഒടിയനും. പക്ഷെ ചാത്തൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആണ്, അവർ ഈ സൈഡിലും ഉണ്ടാവും. അപ്പൊ ഈ ഒരു സ്പ്ലിറ്റ് ആയ ചാത്തന്റെ നെഗറ്റീവ് സൈഡെല്ലാം വില്ലന്റെ ഒരു ഗ്യാങ്ങിലേക്കും പോകും. ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് ഗ്യാങ്സിലായിട്ട് രണ്ട് ഹെഡുകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂത്തോന്റെ പാസ്റ്റ് എടുക്കുന്ന സമയത്ത് മൂത്തോൻ വില്ലനാണ്. ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കഥ എൻഡിലേക്ക് പോകുന്ന സമയത്ത് മൂത്തോൻ എന്ന ക്യാരക്ടർ നെഗറ്റീവിൽ നേരെ പോസിറ്റീവിലേക്ക്, അതായത് ഹീറോ ആയിട്ട് മാറും. എനിക്ക് കൂടുതലായിട്ട് തോന്നിയ ഒരു ആർക്ക് ആ ഒരു മൂത്തോനെ കുറിച്ച് ഇങ്ങനെയാണ്. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ എന്തായാലും മൂത്തോനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാം. ഒടിയൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ആവാം. അതിപ്പോൾ മൂത്തോൻ എന്ന ക്യാരക്ടറിന്റെ ഒരു ഹെൽപ്പറായിട്ട് അല്ലെങ്കിൽ കൂടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിർത്തിക്കൊണ്ട് മൂത്തോൻ എല്ലായിടത്തും പോയി ഇത് ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, ഒരു കമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, റൂൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പുറത്തിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ഒടിയൻ എന്നുള്ള ഒരു ക്യാരക്ടർ. അതായിരിക്കും നമ്മൾ DQ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ദുൽഖർ ആണോ വരുന്നത്, അതല്ലെങ്കിൽ മമ്മൂക്കയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗ്രഹത്തിലെ വില്ലനായിട്ട് നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്താറിന്റെ ഗ്യാങ്ങിലെ വില്ലനായി നിൽക്കുന്ന DQ, അങ്ങനെയൊക്കെ കുറേ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും കൂടുതലായിട്ട് ഫാൻ തിയറി ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും ഇമാജിനറി കഥകളും പറയുന്നില്ല. ഈ കഥകൾക്കുള്ളിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സുകളാണ് പറയുന്നത്. എന്തായാലും ഞാൻ സ്റ്റോറി മെനയുന്നില്ല, കാണുന്നതിൻ്റെ എക്സ്പീരിയൻസിനെ പോലും അഫക്റ്റ് ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ടല്ല, കാരണം എനിക്കിത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇമാജിനേഷൻ, എൻ്റെ വിഷനിലുള്ള സിനിമ എന്താണെന്നുള്ളത് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് വന്ന് ആ എപ്പിസോഡുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് വേറെ ഒരാളും ചെയ്ത ഒരു ഇതിനടുത്ത് നമ്മൾ ചുരണ്ടിയെടുക്കുന്നതല്ല, നമ്മളുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിൽ ഒരു സിനിമയെ എങ്ങനെയാണോ ചെയ്യുന്നത് അത് പക്ഷേ നമ്മൾ വളരെ ചെറിയൊരു രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് പോലെ ചെയ്യുകയാണ്. ഈ ഒടിയൻ എന്ന
ക്യാരക്ടറിന്റെ പ്രസന്റേഷൻ വൈസ് ആയാലും അപ്പിയറൻസ് വൈസ് ആയാലും കൊടുത്തിരിക്കുന്നത് ഒരു നിഞ്ച, നമ്മളെ ഷാഡോ ഫൈറ്റ് പോലത്തെ ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഞ്ച ടൈപ്പ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ അപ്പിയറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇതെറിയുന്ന ഇതായാലും ആ സ്റ്റൈലുകളെല്ലാം പുറത്തെ സിനിമകളിൽ നിന്നും ഗെയിമുകളിൽ നിന്നും അത്തരത്തിലുള്ള ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഒടിയൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഏതാണ്, നമ്മളെ ലാലേട്ടൻ്റെ ആ ഒരു ഒടിയൻ. ഓർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നത്. പക്ഷെ അത് നല്ല സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ ലുക്ക് ആ രീതിയിലാക്കിയിട്ട് അവർ ആ സിനിമ ഇത് ചെയ്യാൻ നോക്കിയതാണ്. നോർമലി ആ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ആവറേജ് ഫിലിം, നൈസ് ഫിലിമാണ് അത്. അതല്ലെങ്കിൽ ആ റോ ആയിട്ടുള്ള ഫേസിൽ തന്നെ ആ ഒടിയനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ആ സിനിമ ബെറ്റർ ആയേനെ. പക്ഷേ ഇത് അതിനുവേണ്ടി ഓവറായിട്ട് പണിയെടുത്ത് ഇല്ലാതാക്കി കളഞ്ഞു, ലാലേട്ടനെയും കൂടെ ഇല്ലാതാക്കി കളഞ്ഞു. നമുക്ക് പരിചയമുള്ള ഒടിയൻ അതാണ്. അതുപോലത്തെ പഴയ നാട്ടിൻ പുറത്തെ സ്റ്റൈൽ ഒടിയൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് നമുക്ക് ഒടിയൻ എന്ന് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ കണ്ട ഒടിയൻ അങ്ങനെയല്ല. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ന്യൂജൻ ഒരു സ്റ്റൈല്, നിഞ്ച ടൈപ്പ് ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഉള്ള ഒരു ഒടിയനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് മറ്റേ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ മെയിൻലി ഫൗണ്ടേഷനായിട്ടാണ് മിത്ത് എടുത്തിരിക്കുന്നത്. മിത്ത് എന്ന് പറയുന്നത് ഓൺലി ഫൗണ്ടേഷനാണ്. അത് അവരൊരു സേഫ് പോയിന്റ് ആണ്. ആ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും അത് കണക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് അവർ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് കെട്ടി ഉയർത്തിയാലും നമുക്കതിലൊരു ബിലീവ് ആക്കാൻ പറ്റും. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മളുടെ ഹീറോസ് പോയിട്ട് അവരെന്തും ചെയ്യും എന്നുള്ളൊരു തോട്ട് നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റി. അതിപ്പോൾ ഈ ലോക ചാപ്റ്റർ 1 200 crore അവർ റെക്കോർഡ് നേടിയത് എന്തുകൊണ്ടാണ്? ആ ഒരു മിത്ത് അതിനകത്ത് കൊടുത്തോണ്ടാണ്. ഒരു പക്ഷേ ഈ ഒരു മിത്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊരു ഇൻഡിവിജ്വൽ സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ നമ്മൾ നോർമൽ മിന്നൽ മുരളിയും ഒക്കെ പോലെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിൽ ഈ സിനിമ ഒന്ന് രജിസ്റ്റർ ആയി വരുമെന്ന്. പണ്ടത്തെ അമ്മൂമ്മമാർക്ക് വരെ ഈ ഒരു മിത്ത് വെച്ച് ഈ ഒരു പേര് വെച്ചിട്ട് ആളിനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ ഇത് ഇന്ന ക്യാരക്ടറാണ്, ഒരു നീലി എന്ന് പറയുന്ന പഴയ കല്ലുംകാട്ട് നീലി എന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ തന്നെ പഴയ അമ്മൂമ്മമാർക്ക് വരെ ഈ സിനിമ കാണുമ്പോൾ കണക്റ്റ് ആവും, മനസ്സിലാവും. അതാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ആ ഒരു മിത്തിൽ നിന്ന് എടുത്തിട്ട് ഇവർ ഗെയിമുകളും മറ്റ് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ പ്രസൻറ്റിലും നടക്കുന്നതായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ടച്ചിലുള്ള അപ്പിയറൻസ് ആണ് ഒടിയന് കൊടുത്തിരിക്കുന്നത്. അതായത് DQൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഫൈറ്റിംഗ് സ്റ്റൈലിൽ നോക്കിയാലും ഒക്കെ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഏറ്റവും പവർ കുറഞ്ഞൊരു ക്യാരക്ടറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്ര ചെറിയൊരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വരാനുള്ള ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? അവരുടെ പവറും അവരുടെ പൊസിഷനും അവരുടെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ഇതിൽ നിന്നും ബിഗ് സ്കെയിലായിരിക്കും എന്നാണ് ഡൊമിനിക് റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും പടം വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത ഹൈപ്പ് ഒന്നും കൊടുക്കണ്ട. ഈ ഒരു മിത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ മിത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം അനാവശ്യമായിട്ട് ഒരു സ്റ്റോറി എന്തായാലും ക്രിയേറ്റ് ചെയ്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മിത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിത്തിലെ കാര്യങ്ങളാണ് അവരെടുത്ത് പറയുന്നത്. അത് തെറ്റല്ല, അതുള്ള കാര്യങ്ങൾ അവർ മിത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞായിരുന്നു. അത് നമ്മുടെ ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഇതുവരെ ഈ ഒരു ഒടിയനെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ റിവീൽ ആയിട്ടില്ല. കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറും നെസ്ലിനും അവർ ബോഡിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തും ഒക്കെ അവിടെ ഒരു കൈ ഡിസബിൾ ആയിട്ടുള്ള ഒരു ഡോഗിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് ആ ഒരു ലാസ്റ്റ് DQൻ്റെ എൻട്രിയുടെ സമയത്ത് കാണിക്കുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ അനിമൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. 200 crores ഒരു സൂപ്പർ ഹീറോ ഫിലിം, അതും ഒരു വുമൺ സൂപ്പർ ഹീറോ ഫിലിം. ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്കിന് മുകളിലേക്ക് ഇവർക്ക് തന്നെ ഒരു റിസ്ക് ആണ്. കാരണം ലോകേഷിന് പറ്റിയതും അതാണ്. ലോകേഷ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ ലോകേഷിനെ കൊണ്ട് പോലും പറ്റുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്ത് ഇതിനെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പടി ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നതെങ്കിലും ഫിലിംസ് ആയിരിക്കണം. ഇപ്പോൾ ചാത്തൻ്റെ ആയാലും ഒടിയൻ്റെ ആയാലും മൂത്തോൻ്റെ ആയാലും ഒക്കെ സെക്കൻഡ് തേടൊക്കെ ഇവർ ഇറക്കുന്ന സമയത്ത് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ വരട്ടെ. അവർ അത്രയും പണിയെടുത്ത് ടൈം എടുത്താലും അത്തരത്തിലുള്ള വർക്കുകൾ പുറത്തു വിടട്ടെ. ഇനി ഓട്ടോമാറ്റിക്കായിട്ടും ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ആ എക്സ്പെക്റ്റേഷൻസ് അവരെ മനസ്സിൽ വരും. പ്രത്യേകിച്ച് അവർക്ക് അറിയുന്ന ഒരു കഥയും കൂടി ആയതുകൊണ്ട് അവർ ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇത് കൂട്ടാതെ ഇപ്പം ചെയ്തത് എന്താണോ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ചിന്തിച്ചുകൊണ്ട് അതിൽ തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് തന്നെ അത് മേക്ക് ചെയ്യാൻ പറ്റും. ഡൊമിനിക് അരുൺ, അതുപോലെ തന്നെ DQ, ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് പേരുണ്ട്. ആ ടീം ഫുള്ളായിട്ട് അവർ താങ്ക്സ് പറയണം. കാരണം നമ്മളെ മോളിവുഡിന് ഇതുവരെ അന്യഭാഷാ ഫിലിംസിനെ വേണം എടുത്തു വെച്ചിട്ട് അവരിങ്ങനെ ചെയ്തു, അത് ഇങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ. നമ്മളെ മലയാളത്തിൽ ഇനിയിപ്പം എൻഡ്ലെസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സിനിമയാണ് ഇത്. അത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലോകയെക്കുറിച്ച് അത്രയും വീഡിയോസ് ഇട്ടിട്ടില്ല, വളരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ.
അപ്പോൾ എന്തായാലും നമുക്ക് ലോകയെക്കുറിച്ചുള്ള പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, നമുക്ക് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു OTT കിട്ടിയാലേ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇനി മൂത്തോനുണ്ട്, ഇഷ്ടാറുണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതും ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒപ്പം നമ്മളുടെ ലോഡ്ലർ അൺഫോൾഡ്സ് അതിൻ്റെ എപ്പിസോഡ് 3 ഓൾഡ്നെസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡ്രാഗോസ് ഉടനെ വരുന്നതാണ്. നിങ്ങൾ അതും കൂടിയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഞാനൊരു ഫിലിം മേക്കർ ആയാൽ എങ്ങനെയായിരിക്കും സിനിമ എടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു മിനി വെർഷനാണ് അതിനകത്ത് ഞാൻ ആ ഒരു സീരീസിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് ഒരു യൂണിവേഴ്സ് പോലെ എല്ലാ വേൾഡിലും ഉള്ള പോലെ എൻ്റേതായ ക്യാരക്ടേഴ്സ്, എൻ്റേതായുള്ള ടെറൈൻ, എൻ്റേതായിട്ടുള്ള വേൾഡ്, അതിനകത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റോറീസ് ടെൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, എവിടെയൊക്കെയാണ് മാറ്റേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഈ മറ്റു വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇതൊരു കിറ്റ്സ് മീ അൻഷാനി സാർ.